എല്ലാവർക്കും പുതിയ വീട്ടിലോട്ട് വന്നേക്കുന്നത്. നിങ്ങൾ കളിക്കാൻ പാടില്ലാത്ത ഗെയിമിലോട്ടാണ് നാം വന്നേക്കുന്നത്. ഇപ്പോൾ അതെന്ന് വെച്ചാൽ കുറേ കുട്ടികൾ കുറേ നല്ല ഡേഞ്ചറസ് ആയൊരു ഒരു ഗെയിംസ് ഇപ്പം കുട്ടികൾ കളിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പേരൻസും അച്ഛന്മാരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഗ്രേനി, പിന്നെ അത് ഗ്രേനി എന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ ശരിക്കും ഒരു മറ്റേ കൊലയാളിയാണ്. അതെന്ന് വെച്ചാൽ ഗെയിമിലെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എല്ലാവരുടെ കുട്ടികൾ അകത്തെ കയറും. അപ്പം എന്ത് ചെയ്യും, ചിലവർ ഗ്രേനേഡ് കയ്യിൽ പെട്ട് പോകുമ്പോൾ തലക്കെട്ടടിച്ച് കൊല്ലും. അങ്ങനെയാണ് ശരിക്കും ഇത്. ഒരു എൻ്റെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ന്യൂസിലും പറഞ്ഞിട്ടുണ്ട്. എന്താ 6 കുട്ടികളെ തലക്കെട്ടടിച്ച് കൊന്നിട്ടുണ്ട് അതേപോലത്തെ ഗെയിംസ്. പിന്നെ നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ഗ്രേനി പ്രെയർ. അതെന്ന് വെച്ചൊരു വൃത്തിയുടെ ഗെയിം. പക്ഷേ ഇത് നിങ്ങൾ കളിക്കാൻ പാടില്ല. കുട്ടികൾക്ക് നിങ്ങൾ ഇൻസാർജ് ചെയ്ത് കൊടുക്കാനും പാടില്ല. ഇതെല്ലാവരും അങ്ങ് ചെയ്ത് കൊടുക്കും കുട്ടികൾക്ക്. പിന്നെ ഒറ്റ കാര്യം അതെന്ന് വെച്ചാൽ അത് മറ്റേ നമ്മൾ ഒരു സാധാരണ മറ്റേ ഗ്രേനിയുടെ അത്ര ഗ്രേനിയാണ്. അതെന്ന് വെച്ചാൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഗ്രേനി 3, ഗ്രേനി 4, ഗ്രേനി 5 അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ടാവത്തില്ലേ. നിങ്ങൾ ഒറ്റ നമ്പർ ചൂസ് ചെയ്താൽ തന്നെ നിങ്ങൾ ഒരാളിൽ നിന്ന് വ്യത്യാസമായി നിങ്ങൾ മാറും. അങ്ങനെയാണ് ഒരു ഗെയിം. അതെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബോയ് ഗ്രേനീനെ കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ മുറ്റത്തിങ്ങനെ നിൽക്കും. അങ്ങനെയാണ്. പിന്നെ നെക്സ്റ്റ് വൺ സ്പൈഡർ മാമി. അതെന്ന് വെച്ചാൽ ഒരു സ്പൈഡറാണ്. അത് ഒരു മാമിയുടെ ഷേപ്പാണ്. പക്ഷെ നിങ്ങളത് കളിക്കാൻ പാടില്ല. പിന്നെ കമല. അതെന്ന് വെച്ചാൽ മറ്റേ ഒരു 5 വയസ്സിൽ തന്നെ ചേച്ചി കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, എന്തോ അത്യാവശ്യത്തിന് ജോലിക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഭയങ്കര കാർച്ച കിട്ടും. അത് കഴിഞ്ഞ് കല്യാണത്തോടുള്ളവർ ഫുൾ വന്നു. അവർ വന്ന് ജോലിക്ക് പോയി തുറന്നു നോക്കിയപ്പം കമല ഇപ്പം പ്രേതമായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഗെയിം നടന്നേക്കുന്നത്. അത് കഴിഞ്ഞ് കമല ഒരു പ്രേതമായി മാറിയിട്ട് പിന്നെ എന്തായി, നമ്മൾക്ക് പറ്റാത്തൊരു കാര്യമായി ഗെയിമായി. നെക്സ്റ്റ് വൺ മഞ്ജു. അതെന്ന് വെച്ചാൽ അതേപോലെ തന്നെയാണ്. ശരിക്കും നടന്നത് എന്താണെന്ന് പറയട്ടെ, അവൾ കുറേ ആൾക്കാരെ അങ്ങ് കൊന്നു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നൊരു മഞ്ജു എന്ന് പറയുന്നൊരു പേര് വന്നത്. അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ ഞാൻ എത്ര ഗെയിം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ മതിയേ. അങ്ങനെ 5 ഗെയിംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഈ ഗെയിം കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അത് ഭയങ്കര അപകടമായുള്ളൊരു ഗെയിമാണ്. പിന്നെ സെൻട്രീന. അതെന്ന് വെച്ചാൽ അത് 4 ആണ്. സെൻട്രീന 4. നിങ്ങളത് കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഗ്രേനി ഇങ്ങനെ ഇറങ്ങും. അപ്പം നമ്മളിങ്ങനെ നടക്കുമ്പോൾ തന്നെ നമ്മളുടെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കും. അതാണ് നമുക്ക് പറ്റാത്തൊരു കാര്യം. പിന്നെ നമ്മൾ നോക്കിക്കുവാണെങ്കിൽ നമ്മൾ തത്തും. പിന്നെ ഇത് കുറേ കുട്ടികളെ അങ്ങ് കൊന്നു കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചെടിയുണ്ട്. ആ ചെടി എന്ത് ചെയ്യും, സെൻട്രീനയുടെ കയ്യെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ സെൻട്രീന എന്ത് ചെയ്യും, അത് ഒരു കീ തരുന്നതായിരിക്കും. ആ കീ എന്ന് വെച്ചാൽ എന്ത് കീ ആണ് എന്ന് വെച്ചാൽ ട്രെയിൻ കീയോ അല്ലെങ്കിൽ ഷെഡ് കീ എന്ത് കീ തരും. അപ്പം നിങ്ങളത് മേടിക്കാൻ പാടില്ല കയ്യിൽ നിന്ന്. പിന്നെ നിങ്ങൾ ആ ഗെയിമും കളിക്കാൻ പാടില്ല. പിന്നെ ഒറ്റ കാര്യം, നെക്സ്റ്റ് വന്ന എൻ്റെ ഒരു ചെടിയുടെയാണ്. അതെന്ന് വെച്ചാൽ നിങ്ങളൊരു ചെടീനെ എടുത്ത് വെച്ചിട്ട് ഏത് സ്ഥലത്ത് എന്ത് ചെയ്യുക, ഒരു പുറത്ത് എന്ത് ചെയ്യുക, ഏതൊരു ചെടീനെടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് കെട്ടിക്കൊടുത്തിട്ട് നിങ്ങൾ കത്തിയും പിടിച്ച് ബാക്കി സ്ഥലത്തോട്ട് വെച്ച് ചെടിയുടെ ഇപ്പുറത്തും ഒരു കത്തി വെക്കുക. അപ്പോഴത്തേന് ആ ചെടി എന്ത് ചെയ്യുക, കയറ് പൊട്ടിച്ച് തന്നെ കത്തിയും പിടിച്ച് വരും. പിന്നെ ഒറ്റ കാര്യം, നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒറ്റ കാര്യം, നെക്സ്റ്റ് പറഞ്ഞാൽ അത് കുറേ കുട്ടികളെ കൊന്നിട്ടുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഗെയിംസ്. ഇതിങ്ങനെ രക്ഷപ്പെടുക. കുറേ ഗെയിംസ് ഉണ്ട്. പിന്നെ ഇതേപോലത്തെ കുറേ ഗെയിംസ് ഉണ്ടാകുമായിരിക്കും. നിങ്ങളത് കുട്ടികൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പാടില്ല. എന്താണെന്ന് കാരണം പറയട്ടെ, അത് കുറേ കുട്ടികളെ കൊന്നിട്ടുണ്ട്. അതാണ് കാരണം. ഇപ്പോൾ എത്ര കുട്ടികളെ കൊന്നത്, ഒരു 6 കുട്ടികളെ കൊന്നിട്ടുണ്ട്. പിന്നെ ഒറ്റ കാര്യം കൂടെ ഉള്ളൂ എനിക്ക്. അത് നിങ്ങൾ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. അത് നല്ലതാണോ അർത്ഥം. നെക്സ്റ്റ് വൺ എന്താണെന്ന് പറയുന്ന മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വണ്ണെന്ന് വെച്ചാൽ ഗ്രേനി പാർട്ടി 3. അതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ള എൻ്റെ ഗ്രേനി എന്ന് പറയുന്നൊരു അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പനും ഗ്രേനിയും ഉണ്ട്. പിന്നെ ഒറ്റ കാര്യം, സെൻട്രീനയുടെ എൻ്റെ ഏഞ്ചലീന്ന് പറയുന്ന ഇത് കുട്ടുമുണ്ട്. പക്ഷെ അത് കുട്ടികളെ മാന്തി കൊന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും ക്രീപ്പി. പിന്നെ ഒറ്റ കാര്യം, കുട്ടികളെ കൊന്നും കളഞ്ഞിട്ടുണ്ട്. കുറേ പേര് ഇതേപോലത്തെ ഗെയിം കളിക്കും. പക്ഷെ ഒറ്റ കാര്യം, ഗ്രേനി എന്ന് പറയുന്നൊരു ഗെയിം എങ്ങനെ രാത്രി വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറയട്ടെ. ഒരു അമ്മൂമ്മ, ഒരു വയസ്സായൊരു അമ്മൂമ്മ, ശരിക്കും അത് ഇംഗ്ലീഷാണ്.
അപ്പോഴത്തേനും അമ്മക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര കുട്ടികളെ കൊന്ന് ഗ്രേനി ആകണം. അത് കഴിഞ്ഞ് കുട്ടികളെ കൊന്ന് അങ്ങ് അടങ്ങി. അത് കഴിഞ്ഞപ്പം തോട്ടിലൊരു ഒരു കുട്ടിയുടെ ബോഡി കിടക്കുന്നുണ്ട് അമ്മൂമ്മ. അതെടുത്ത് കുഴിച്ചിട്ട് അതപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു സ്ത്രീ ഇരുന്ന് കാണുന്നുണ്ടാവും. പോലീസിനോട് അറിയിപ്പിച്ചപ്പം അവർ വീടിൻ്റെ ചുറ്റുമാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അവരത് കുഴിച്ച് നോക്കിയപ്പോൾ 1000 കുട്ടികളെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും ശരിക്കും. അങ്ങനെ കുറേ ക്രിസ്ത്യൻ ഇങ്ങനെ കുറേ കൊലപാതകമുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം, കുട്ടികളെ വെറുതെ പുറത്ത് വിട്ടേക്കൽ. പിന്നെ കിഡ്നാപ്പർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടല്ലോ, ഉള്ള കാര്യം പറഞ്ഞത്.